നമ്മൾ പറഞ്ഞു നിർത്തിയത് എ കംസ് ഓഫ് ഏജിന്റെ 44-ാമത്തെ പേജിലായിരുന്നു. ആ ഭാഗം ഇന്നലെ നമ്മൾ വായിച്ചു. ആ ഭാഗത്തിലെ ആ പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. ഖേൽ ഓഡിറ്റോറിയത്തിലെ ആ വലിയ ഹാൾ, ഖേൽ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഈ കൺവെൻഷൻ നടക്കുന്ന ഹാളിന്റെ പേരാണ്. ഖേൽ ഓഡിറ്റോറിയത്തിലെ ആ വലിയ ഹാൾ നിറയുന്നത് ഞാൻ കണ്ടു. ആയിരക്കണക്കിന് പുതിയ സുഹൃത്തുക്കൾ അവസാന ഭാഗത്തിലെത്തിയിരിക്കുന്നു. ഞാൻ ഫാദർ എഡിനെ കണ്ടു. അദ്ദേഹം സ്വസ്ഥനായി ഒരു സീറ്റിലിരിക്കുന്നുണ്ട്. രാവിലെ വിഷമകരമായ ആത്മീയവേഷം നമ്മെ ധരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. എനിക്കെന്തോ അപ്പോൾ സംഭവിച്ചു ആ സെക്ഷനിൽ വെച്ച്. എനിക്കത് മറക്കാനാവില്ല. എനിക്ക് എല്ലാ കാലത്തും പള്ളികളോടും പുരോഹിതന്മാരോടും അവരുടെ ഈശ്വരവിശ്വാസത്തെക്കുറിച്ചുള്ള ധാരണകളോടും ഒരു വിമുഖത ഉണ്ടായിരുന്നു. മറ്റു പല ഏയക്കാരെ പോലെ തന്നെ എനിക്കും ഈശ്വരവിശ്വാസത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അടുത്ത ഭാഗം. But as those, but as these two spoke, it had loomed upon me that most of A's spiritual principles had come to us through clergymen. Without clergymen, A could never have started in the first place. While I had been nursing my grudges against religion, Father Ed and Dr. Sam had been going all out for us. This was a brand new revelation. Suddenly, I realized that it was high time I began to love them, even as they had loved me and the rest of my kind. പക്ഷേ ഇവർ രണ്ടും സംസാരിച്ചപ്പോൾ, അതായത് ഫാദർ എഡ്വേർഡ് ഡൗളിങ്ങും സാം ഷുമാക്കറും സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എയുടെ ആത്മീയ തത്വങ്ങളെല്ലാം വന്നിരിക്കുന്നത് മതാചാര്യന്മാരിൽ നിന്നാണ്. പുരോഹിതന്മാരുടെ സഹായമില്ലാതെ എ ആരംഭിച്ചിടത്ത് അത് ആകുമായിരുന്നില്ല. ഞാൻ മതവിദ്വേഷം വളർത്തിയപ്പോൾ ഫാദർ എഡും ഡോക്ടർ സാമും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ഇതൊരു പുതിയ വെളിപാടായിരുന്നു. എനിക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. ഞാൻ അവരെ സ്നേഹിക്കേണ്ടവനാണെന്ന്. അവർ എന്നെയും സ്നേഹിക്കണം. അവരെന്നെയും എന്നെ പോലെയുള്ള മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ ഞാൻ അവരെ സ്നേഹിക്കണം എന്നെനിക്ക് മനസ്സിലായി. brand new revelation. Suddenly, എനിക്കതിന് സാധിക്കും. When I knew that I could now do this, I commenced to feel warm, clear through. The conviction spread in me that love is a mighty personal thing. Then came the feeling that maybe my creator really did know me and love me. So I could now begin to love him too. This was one of the best things that happened to me at St. Louis. And there must have been a lot of others there who had the same experience. എനിക്കതിന് സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ ഉത്സാഹം തോന്നി. എന്നിലൊരു ബോധ്യമുണ്ടായി. സ്നേഹം വ്യക്തിപരമായ ഒരു കരുത്താണ്. സ്രഷ്ടാവ് എന്നെ അറിയുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നി എനിക്കപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് സെന്റ് ലൂയിസിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം. എന്നെ പോലെ തന്നെ പലർക്കും അതങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. Our last meeting finally began, and it opened with a silence that was charged with confident hope and faith. We knew that ours was a fellowship of the Spirit, and that the grace of God was there. പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ നിശബ്ദതയിൽ മീറ്റിംഗിന്റെ അവസാന ഭാഗം ആരംഭിച്ചു. ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങളുടെ കൂട്ടായ്മ ആത്മീയമാണ്. അതുകൊണ്ട് ദൈവാനുഗ്രഹം അവിടെ ഉണ്ടാകും. Although these are only words put into the mouth of our created character, Mr. Grassroots, they do represent much of the spirit and the truth that lived in the heart of many an AA as the St. Louis convention moved toward its culmination. അപ്പോൾ ഗ്രാസ് റൂട്ട് എന്ന് പറയുന്ന ഒരു സാങ്കല്പ കഥാപാത്രം ആണെങ്കിൽ, അതായത് ഇത്രയും നേരം സംസാരിച്ചത് മിസ്റ്റർ ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിൽ അദ്ദേഹത്തെ ഒരു സാങ്കല്പിക കഥാപാത്രം ഉണ്ടാക്കി. അദ്ദേഹം ആ കൺവെൻഷനെ കാണുന്നത് പോലെയാണ്. അപ്പൊ അത് പറയാണ്, ഗ്രാസ് റൂട്ട് ഒരു സങ്കല്പ കഥാപാത്രമാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായി വന്ന വാക്കുകൾ സെന്റ് ലൂയിസ് കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ അംഗങ്ങളുടെയും ആത്മാവും സത്യവും പ്രതിഫലിപ്പിക്കുന്നതാണ്. സെന്റ് ലൂയിസ് കൺവെൻഷൻ അതിന്റെ പരിപൂർണതയിലേക്ക് എത്താൻ പോകുന്നു. പരിപൂർണതയിലേക്ക് എത്താൻ പോകുന്നു. But on the KL stage, I looked out upon the sea of faces gathered there, and I was powerfully stirred by the wonder of all that had happened in the incredible 20 years now coming
to a climax. Had this meeting's place been 100 times larger, it still could not have held of all of AIS members and their families and friends. ഖേൽ ഓഡിറ്റോറിയത്തിൽ നിന്നും ഞാൻ ചുറ്റും നോക്കി. അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യ സമുദ്രത്തെ ഞാൻ കണ്ടു. അവിശ്വസനീയമായ കഴിഞ്ഞ 20 വർഷങ്ങളിൽ സംഭവിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തി. ശക്തമായതെന്തോ ഒന്ന് എന്നിൽ പ്രവഹിക്കുന്നു. ഇപ്പോൾ അത് ഒരു അവസാനത്തിലേക്ക് എത്തുന്നു. ഈ മീറ്റിംഗ് സ്ഥലത്തിന് 100 ഇരട്ടി വലിപ്പമുണ്ടായാൽ പോലും മുഴുവൻ AI അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും അവരുടെ സുഹൃത്തുക്കളെയും ഉൾക്കൊള്ളിക്കാനാകില്ല. 100 ഇരട്ടി വലിപ്പം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഉൾക്കൊള്ളിക്കാനാവില്ല. Who could render an account of all the miseries that had once been ours, and who could estimate the release and joy that this last years had brought to us? Who could possibly tell the vast consequences of what God's work through AI had already set in motion, and who could penetrate the deeper mystery of our wholesale deliverance from slavery, a bondage to a most hopeless and fatal obsession which for centuries had possessed the minds and bodies of men and women like ourselves. ഞങ്ങളുടെ പഴയകാല സങ്കടങ്ങളെ ആർക്ക് രേഖപ്പെടുത്താനാകും? കഴിഞ്ഞ വർഷങ്ങൾ ഞങ്ങൾക്ക് തന്ന സന്തോഷത്തെ ആർക്ക് വിലയിരുത്താനാകും? AI-യുടെ ദൈവത്തിന്റെ ഇടപെടലിന്റെ അനന്തരഫലങ്ങളെ ആർക്ക് പറയാനാകും? അടിമത്തത്തിൽ നിന്നുള്ള നമ്മുടെ മൊത്തമായ മോചനത്തിന്റെ രഹസ്യം ആർക്കാണ് അറിവുള്ളത്? പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഈ ബന്ധനം, മാരകമായ വിധേയത്വം, യുഗങ്ങളായി സ്ത്രീ പുരുഷന്മാരെ നമ്മെ പോലെ തളച്ചിട്ട വിധേയത്വം. It may be possible to find explanations of spiritual experience such as ours, but I have often tried to explain my own and have succeeded only in giving the story of it. I know the feeling it gave me and the result it has brought, but I realize I will never fully understand its deeper why and how. നമുക്കൊരു പക്ഷേ നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ വിശദീകരിക്കാനായേക്കും. ഞാനത് വിശദീകരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ കഥ പറയാനേ എനിക്ക് കഴിയൂ. അതെനിക്ക് തന്ന അനുഭവങ്ങളും ഫലങ്ങളും എനിക്കറിയാം. അങ്ങനെ എന്തുകൊണ്ട് അത് എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. We AIs had tried out a radical and old-time formula, one rather out of fashion nowadays, and it had worked. We admitted that we were powerless, that our lives had become unmanageable, and we made a decision to turn our wills and our lives over to God as we understood Him. Every one of us who could make and fairly well maintain these humbling admissions and sweeping decisions had found relief from obsessions and had begun to grow into a totally and wonderfully different mental, physical, and spiritual existence. മൗലികവും പഴഞ്ചനുമായ ഒരാശയമാണ് നാം AI-കൾ പരീക്ഷിച്ചത്. ഇക്കാലത്ത് കാലഹരണപ്പെട്ടതും ഞങ്ങൾ ശക്തിയില്ലാത്തവരാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിയില്ലാത്തവരാണ്. ഞങ്ങൾ അവനെ മനസ്സിലാക്കിയതുപോലെ ഞങ്ങളുടെ ഇഷ്ടങ്ങളും ജീവിതവും ദൈവത്തിലേക്ക് മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. നാം ഓരോരുത്തരും വിനയപൂർവ്വം സമ്മതിക്കുകയും തീരുമാനിക്കുകയും ചെയ്തപ്പോൾ വിധേയത്വത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും തികച്ചും അത്ഭുതകരമായ മറ്റൊരു മാനസിക, ശാരീരിക, ആത്മീയ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. The thought of Dr. Foster Kennedy crossed my mind. Years ago, this noted physician had asked if one of his early friends of psychiatry would come to the New York Academy of Medicine to explain its neurological section. Since several doctors publicly had endorsed us, some in the Saturday Evening Post article of 1941, I thought there would be no difficulty about this, but every one of these medical friends of ours rejected the unusual opportunity. ഡോക്ടർ ഫോസ്റ്റർ കെന്നഡിയെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയി. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മനഃശാസ്ത്ര രംഗത്തെ AI-യുടെ സുഹൃത്തുക്കളോട് ന്യൂയോർക്ക് അക്കാദമി ഓഫ് മെഡിസിനിൽ വന്ന്
നാഡീവ്യൂഹത്തെപ്പറ്റി എഐക്ക് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. 1941 സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ട പല ഡോക്ടർമാരുമായി ഇടപെട്ടതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തടസ്സമുണ്ടാകുമെന്ന് കരുതിയില്ല. എന്നാൽ ഞങ്ങളുടെ ഈ മെഡിക്കൽ സുഹൃത്തുക്കൾ ഓരോരുത്തരും അസാധാരണമായ ആ അവസരം നിരസിച്ചു. അപ്പോൾ ഇൻ സബ്സ്റ്റൻസ് was what they said. In AA, we see an unusual number of social and psychological forces working together on the alcoholic problems, yet fully allowing for his new advantage. We still cannot explain the speed of the results. AA does in weeks or months what should take years. Not only does drinking stop abruptly, but great changes in the alcoholic motivation follow in a few weeks or months. There is something at work in AA which we do not understand. We call this the X factor. You people call it God. You can explain God, and neither can we, especially at the New York Academy of Medicine. അപ്പോൾ പലരെയും ഈ ജാക്ക് അലക്സാണ്ടറിലെ ഈവനിങ് പോസ്റ്റിലെ ലേഖനത്തിന് ശേഷം, ആർട്ടിക്കിൾക്ക് ശേഷം ക്ഷണിച്ചെങ്കിലും എല്ലാവരും ഈ അവസരം നിരസിച്ചു. അവർ പറഞ്ഞത് ഇതാണ്: എഐയിൽ നമ്മൾ കാണുന്നത് സാമൂഹികവും മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. മദ്യാസക്തിക്കെതിരെയാണ്. പക്ഷേ അപ്പോഴും ഒരു സൽഫലത്തിന്റെ വേഗത നിർണ്ണയിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. വർഷങ്ങൾ വേണ്ടി വരുന്നിടത്ത് എഐ വെറും ആഴ്ചകളോ മാസങ്ങളോ മാത്രം എടുക്കുന്നു. കൂടി നിൽക്കുന്ന എന്ന് മാത്രമല്ല, മദ്യാസക്തിന് വലിയ പ്രചോദനം ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുണ്ടാക്കുന്നു. എഐയിൽ എന്തോ നടക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ അതിനെ ദ എക്സ് ഫാക്ടർ എന്ന് വിളിക്കുന്നു. നിങ്ങൾ അതിനെ ദൈവമെന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തെ വിശദീകരിക്കാനാവില്ല, ഞങ്ങൾക്കും, പ്രത്യേകിച്ച് ന്യൂയോർക്ക് അക്കാഡമി ഓഫ് മെഡിസിനിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് നിരസിച്ചത്. അടുത്ത ഭാഗം പേജ് 46 Such is the paradox of AA regenerations, strength arising out of complete defeat and weakness, the loss of one's old life as a condition for finding a new one. But we of AA do not have to understand this paradox. We have only to be grateful for it. ഇതാണ് പുനർജീവനത്തിന്റെ വിരോധാഭാസം. സമ്പൂർണ്ണ പരാജയത്തിൽ നിന്നും ബലഹീനതയിൽ നിന്നും ഉയർന്നു വരുന്ന ശക്തി. ഒരാളുടെ പഴയ ജീവിതം നഷ്ടപ്പെടുന്നത് പുതിയൊരെണ്ണം കണ്ടെത്താവുന്നതിനുള്ള വ്യവസ്ഥയാണ്. നാം എയേക്കാൾ ഈ വിരോധാഭാസം അറിയേണ്ടതില്ല. അതിനോട് നന്ദിയുള്ളവരായിരിക്കുക. My mother was there on the auditorium stage. She who had brought me into life 59 years before, and who had waited a long, anxious time for a happy fulfillment to my failure-ridden years. Besides her was my wife Louise, the one who held steadfast when hope had gone, who had attended my second birth, and who in full partnership had shared with me the pains and joys of our existing life for the past 20 years. അപ്പം എൻ്റെ മാതാവ്, നിങ്ങളുടെ ഇതാണ് എഐ പുനർജീവനത്തിന്റെ വിരോധാഭാസം. സമ്പൂർണ്ണ പരാജയത്തിൽ നിന്നും ബലഹീനതയിൽ നിന്നും ഉയർന്നു വരുന്ന ശക്തി. ഒരാളുടെ പഴയ ജീവിതം നഷ്ടപ്പെടുന്നത് പുതിയൊരെണ്ണം കണ്ടെത്തുന്നതിനുള്ള വ്യവസ്ഥയാണ്. നാം എയേക്കാർ ഈ വിരോധാഭാസം അറിയേണ്ടതില്ല. അതിനോട് നന്ദിയുള്ളവരായിരിക്കുക. എൻ്റെ മാതാവ് ഓഡിറ്റോറിയം സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. 59 വർഷം മുമ്പ് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നയാൾ, പരാജയങ്ങളുടെ നാളുകളിൽ നിന്ന് ആഹ്ലാദ മുഹൂർത്തം കാണാൻ കാത്തിരുന്നവൾ. അവരുടെ അടുത്ത് എൻ്റെ ഭാര്യ ലൂയിസ് ഇരിക്കുന്നുണ്ട്, എൻ്റെ പുനർജന്മത്തിന് സാക്ഷിയായവൾ. 20 വർഷങ്ങൾ വേദനകളും സന്തോഷവും എന്നോടൊപ്പം പങ്കുവച്ചവൾ. And there sat my sponsor Abby, who had first brought the word that lifted me out of the alcoholic pit with the whole convention. I rejoiced, and he could be with us. And I thought of many non-alcoholic friends at the very, very early days. Without them, there could have been no AA at all. They had set us wonderful examples of unselfish devotions. They were the prototypes of thousands of men and women of good will who have since helped make our society what it is. എൻ്റെ സ്പോൺസർ എബി അവിടെ ഇരിക്കുന്നുണ്ട്. മദ്യാസക്തിയുടെ കുഴിയിൽ നിന്നും എന്നെ കരകയറ്റിയ വാക്കുകൾ കൊണ്ടുവന്നയാൾ. അവൻ നമ്മളോടൊപ്പം കൺവെൻഷനിൽ ഉള്ളതിനാൽ ഞാൻ വളരെ ആഹ്ലാദിക്കുന്നു.
ആദ്യകാലത്തെ മദ്യാസക്തരല്ലാത്ത സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു. അവരില്ലായിരുന്നുവെങ്കിൽ എ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. നിസ്വാർത്ഥ സേവനത്തിന്റെ വിസ്മയങ്ങൾ അവരാണ് നമുക്ക് കാട്ടിത്തന്നത്. നമ്മുടെ സമൂഹത്തെ ഇന്ന് ഈ നിലയിലാക്കാൻ സഹായിച്ച ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരുടെ ആൾ രൂപങ്ങളാണവർ. One after one another, I looked at my friends, that fellow workers in AIS headquarters, trustees, directors, staff members, whose dedicated labor had been given for years to perfect the structure that would now be given into the final keeping of our fellowship itself. എ ഹെഡ്ക്വാർട്ടേഴ്സിലെ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഓരോരുത്തരെയും ഞാൻ കാണുന്നുണ്ട്. ട്രസ്റ്റിമാർ, ഡയറക്ടർമാർ, സ്റ്റാഫ് അംഗങ്ങൾ. അവരുടെ അർപ്പണ സേവനമാണ് വർഷങ്ങളിലൂടെ എ രൂപത്തിലാക്കിയത്. അതാണ് സൂക്ഷിക്കുവാനായി ഫെലോഷിപ്പിനെ തന്നെ ഏൽപ്പിക്കുവാൻ പോകുന്നത്. Among the crowd in the great Gale hall, I could see many and old-timers. This had been indeed a reunion of the veterans. Carried the um, they had carried the very first torches, and I could feel the deep kinship that will always be something very special among us. I remembered to how their ranks had already thinned, and I reflected that in a little more time of all of us who had been pioneers of AI would belong to its past. Suddenly, I was seized with a desire to turn the clock back. I felt a nostalgia for the old days, blending strangely with my gratitude for the great day in which I was now living. അപ്പോൾ ഖേൽ ഓഡിറ്റോറിയത്തിലെ ജനക്കൂട്ടത്തിനിടയിൽ പല ആചാര്യന്മാരെയും ഞാൻ കാണുന്നുണ്ട്. അത് അവരുടെ ഒരു ഒത്തുചേരലാണ്. അവരാണ് വെളിച്ചവുമായി ആദ്യം വന്നത്. അസാധാരണമായ ഒരു കുടുംബ ബന്ധം നമുക്കിടയിൽ ഞാൻ കാണുന്നുണ്ട്. അവരുടെ സ്ഥാനങ്ങൾ എത്ര നേർത്തതായിരുന്നു. നാം മുൻഗാമികൾ ചെറിയൊരു സമയത്തിനുള്ളിൽ ഭൂതകാലത്തിൽ മടയും. പെട്ടെന്ന് ക്ലോക്ക് പുറകോട്ട് തിരിച്ചു വെക്കണമെന്ന് എനിക്ക് തോന്നി. പഴയ കാലത്തിന്റെ ഗൃഹാതുരത്വത്തിലേക്ക് ഞാൻ പോയി. ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ മഹൽ ദിനത്തിനോട് ഞാൻ നന്ദിയുള്ളവനാണ്. Bernard Smith, our chairman, presently summoned me to speak. I recounted and relived the 70-year story of the building of AIS World Service Structure. This talk, together with a full account of our subsequent proceedings on the historic day, may be read further on in this book. ഇപ്പോൾ തന്നെ എന്നെ സംസാരിക്കാൻ വിളിച്ചത് ബെർണാഡ് സ്മിത്ത് ആണ്, നമ്മുടെ ചെയർമാൻ. ഞാൻ വീണ്ടും ഓർമ്മിക്കുകയും പറയുകയും ചെയ്തത് 17 വർഷത്തെ കഥയാണ്. എയുടെ സർവീസ് സ്ട്രക്ചർ രൂപപ്പെട്ട കഥ. ഈ വാക്കുകളോടൊപ്പം ചരിത്രപരമായ നടപടിക്രമങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഈ പുസ്തകത്തിൽ തുടർന്ന് നമുക്ക് വായിക്കാം. The full attendance, thousands of AAs at St. Louis, representing an accurate cross-section of AA opinions, now sat in convention before us. On the auditorium stage was the Service Conference of Alcoholics Anonymous, about 100 men and women who were the name and the chosen representatives of the whole fellowship. The conference having completed the fifth year of its experimental period with a record of high success, was no longer an experiment. It was an instrument destined to become the heart of AIS, third legacy of service and the whole of AIS conscience worldwide. അപ്പം സെന്റ് ലൂയിസിൽ ഒത്തുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് എകൾ ആശയങ്ങളുടെ കൃത്യമായ ഒരു പരിച്ഛേദമാണ്. കൺവെൻഷനിലിരിക്കുന്ന 100ഓളം സ്ത്രീ പുരുഷന്മാർ തെരഞ്ഞെടുക്കുന്ന ജനറൽ സർവീസ് കോൺഫറൻസ് പ്രതിനിധികളാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷമായി വിജയകരമായി പ്രവർത്തിക്കുന്ന കോൺഫറൻസ് ഇനിയും ഒരു പരീക്ഷണമല്ലാതെ ഈ സംവിധാനം എയുടെ 3ാം പൈതൃകമായ സേവനത്തിന്റെ കേന്ദ്രബിന്ദുവാക്കാനും ലോകവ്യാപകമായി എയുടെ മനസാക്ഷിയാകാനും ഈശ്വര നിശ്ചയമായിരുന്നു അത്. അപ്പം in the simple ceremony of that followed, the full attendance of thousands of AIS St. Louis. In the simple ceremony that followed, I offered a resolution to the effect that our society should now take its affairs into its own hands.
and its conference ought to become the permanent successor to the founder of Alcoholics Anonymous. ഇപ്പൊ ഈ സംവിധാനം സെന്റ് ലൂയിസിൽ ഒത്തുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് എ ആശയങ്ങളുടെ കൃത്യമായ ഒരു പരിച്ഛേദമാണ്. കൺവെൻഷനിലിരിക്കുന്ന 100ഓളം സ്ത്രീ പുരുഷന്മാർ തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സർവീസ് കോൺഫറൻസ് പ്രതിനിധികളാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷമായി വിജയകരമായി പ്രവർത്തിക്കുന്ന കോൺഫറൻസ് ഇനി ഒരു പരീക്ഷണമല്ല. ഈ സംവിധാനം എയുടെ 3ാം പൈതൃകമായ സേവനത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കാനും ലോകവ്യാപകമായ എയുടെ മനസാക്ഷിയാകുന്നതും ഈശ്വര നിശ്ചയമായിരുന്നു. In the simple ceremony that followed, I offered a resolution to the effect that our society should now take its affairs into its own hands, and that is its conference ought to become the permanent successor to the founders of Alcoholics Anonymous. ശേഷമുള്ള ലഘുവായ ചടങ്ങിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു. അതായത് നമ്മുടെ കൂട്ടായ്മ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നു. കോൺഫറൻസ് എയുടെ സ്ഥാപകർക്ക് സ്ഥിരം മുൻഗാമികളാകുന്നു. Amid a roar of acclamation from the floor, the convention carried that resolution. There was silence, and then we heard Chairman Smith offer the resolution to the conference for its confirmation. A simple show of hands expressed the consent of the conference and marked the exact moment when AA comes of age. It was 4 o'clock. അപ്പോൾ ബെർണാഡ് സ്മിത്ത് നമ്മുടെ ബിൽ ഡബ്ല്യുവിനെ അവിടെ സംസാരിക്കാനായി ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, ശേഷമുള്ള ആ ഒരു ലഘു ചടങ്ങിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു. അതായത് നമ്മുടെ കൂട്ടായ്മ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുകയാണ്. കോൺഫറൻസ് എയുടെ സ്ഥാപകർക്ക് ഒരു സ്ഥിരം മുൻഗാമികളാവുന്നു. കോൺഫറൻസിലേക്ക് അവരുടെ ഉത്തരവാദിത്തം കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത ഭാഗം പറയുന്നത് ഹർഷാരവത്തോടെ എല്ലാവരും കൈകളടിച്ച് ഒരു ചടങ്ങിൽ ഞാനൊരു പ്രമേയം ഏറ്റെടുത്തു. ചെറിയൊരു നിശബ്ദതയ്ക്ക് ശേഷം ചെയർമാൻ ബെർണാഡ് സ്മിത്ത് പ്രമേയം അംഗീകരിക്കുന്നതിനായി സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ലളിതമായ ഒരു കൈകൊടുത്താൽ കോൺഫറൻസിന്റെ സമ്മതം പ്രകടിപ്പിക്കുകയും പ്രായപൂർത്തിയായി ആ നിമിഷത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സമയം 4 മണിയായിരുന്നു. An address was then given by Bernard Smith. It had been his skill and devotion that had tipped the scales of opinion among AI's trustees, nearly all of whom had been grave doubts in favor of proposing the conference in the first place. And so we knew that this was as wonderful a day in Bern Smith life as it was in ours. And now the history-making hours had almost run their course. It remained only for Louis and me to say brief words of farewell. പിന്നീട് ബെർണാഡ് സ്മിത്ത് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കഴിവുകളും ത്യാഗവുമാണ് എന്നും തീരുമാനങ്ങളിലേക്ക് എത്താൻ ട്രസ്റ്റിമാരെ സഹായിച്ചത്. കോൺഫറൻസിനെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കുവാൻ സന്ദേഹിച്ചു നിന്നവർക്ക് പ്രത്യേകിച്ചും അദ്ദേഹമാണ് സഹായിച്ചത്. ബെർണാഡ് സ്മിത്തിന്റെ ജീവിതത്തിൽ എന്ന പോലെ നമുക്കും ഇത് ഇന്നൊരു സുദിനമാണ്. ചരിത്രപരമായ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കും ലൂയിസിനും യാത്ര പറയേണ്ടിയിരിക്കുന്നു. എന്നുവെച്ചാൽ അവർ നമ്മുടെ മുൻഗാമികളാണ്. അപ്പോൾ അവര് കോൺഫറൻസിലേക്ക് ചുമതലകൾ കൊടുക്കുകയാണ്. The convention listened affectionately as Louis highlighted some of her memories of other days and gave thanks for the blessings that the years had brought to us and to her. To all present, she was a symbol of that part every family under the lash of Barleycorn had suffered, and she was also a symbol of what every united AA family has since found and had become. Louis made us all feel good, clear through. ഇപ്പോൾ മറ്റ് ദിനങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ലൂയിസ് ക്രിസ്തുമായി സംസാരിച്ചു. വർഷങ്ങൾ ഞങ്ങൾക്കും അവൾക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവൾ നന്ദി പറഞ്ഞു. മധ്യരാജാവിന്റെ ചാട്ടവാറടിയേറ്റ ഏതൊരു കുടുംബത്തിന്റെയും പ്രതീകമായിരുന്നു ലൂയിസ്. ഒന്ന് ചേർന്ന AA കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഒന്നായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെയും പ്രതീകമായിരുന്നു അവൾ. ലൂയിസ് ഞങ്ങൾക്ക് അത് വ്യക്തമാക്കി തന്നു. പേജ് നമ്പർ 48 അത് ആദ്യത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്. Standing before the convention for the last time, I felt as all parents do when sons and daughters must
begin to make their own decisions and live their own lives. No more would I act for, decide for, or protect Alcoholics Anonymous. I saw that well-meaning parents who cling to their authority and overstay their time can do much damage. We old-timers must never do this to the AA family. When in the future they might ask us, we would gladly help them in the pinches, but that would be all. This new relationship was indeed the central meaning of what had just taken place. Like most parents at such an anxious time, I could not resist a few admonitions which can be read in part 3 of this book. അപ്പം കൺവെൻഷൻ അവസാനിക്കാറായപ്പോൾ എനിക്ക് തോന്നിയത് മക്കൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും അവർ സ്വന്തമായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഏതൊരു മാതാപിതാക്കളും നോക്കി നിൽക്കുന്നത് പോലെയാണ്. ഞാൻ ഇനി പ്രവർത്തിക്കേണ്ടതില്ല, തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല, ആൽക്കഹോളിക്സ് അനോണിമസിനെ സംരക്ഷിക്കേണ്ടതില്ല. അധികാരത്തിൽ തുടരുന്നതും അധിക സമയം കളയുന്നതും നല്ല മാതാപിതാക്കൾക്ക് ചേർന്നതല്ല. അത് ദോഷം വരുത്തുകയും ചെയ്യും. ഞങ്ങൾ പഴമക്കാരായ കുടുംബത്തോട് ഇത് ചെയ്യാൻ പാടില്ല. ഭാവിയിൽ അവർ ചോദിച്ചാൽ സന്തോഷത്തോടെ ക്ലേശങ്ങളിൽ അവരെ സഹായിക്കും, അത്രമാത്രം. ഇതാണ് ഇവിടെ നടന്നതിന്റെ അർത്ഥം. ഉത്കണ്ഠാകുലരായ മാതാപിതാക്കളെ പോലെ ഈ പുസ്തകത്തിന്റെ 3-ാം ഭാഗത്തിൽ വായിക്കാൻ കഴിയുന്ന ചില ഉപദേശങ്ങളെ ചേർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. As I spoke, I again felt that tug of that desire to set back the clock, and for a moment I dreaded the coming change as much as anymore. But this mood quickly passed, and I knew that all worrying concern as a parent was now at an end. The conscience of Alcoholics Anonymous, as moved by the guidance of God, could be depended upon to ensure AA's future. Clearly, my job henceforth was to let go and let God. Alcoholics Anonymous was at last safe even from me. ഞാൻ സംസാരിക്കുമ്പോൾ പിന്നോട്ട് തിരിച്ചു വെച്ച ക്ലോക്കിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്നെ ഭയചകിതനാക്കുന്നുണ്ട്, മറ്റാരെയും പോലെ തന്നെ. പക്ഷെ ആ ഭാവം പെട്ടെന്ന് കടന്നുപോയി. എനിക്കറിയാം, ഉത്കണ്ഠാകുലമായ നില അവസാനിച്ചിരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മനസാക്ഷി ഈശ്വര കടാക്ഷത്താൽ ഭാവി സുരക്ഷിതമാണ്. ഇനി എന്റെ ജോലി എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കലാണ്. അവസാനം ആൽക്കഹോളിക്സ് അനോണിമസ് സുരക്ഷിതമായിരിക്കുന്നു, എന്നിൽ നിന്ന് പോലും. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് സുരക്ഷിതമായിരിക്കുന്നു, ബിൽഡബ്ല്യു നിന്ന് പോലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ഭാഗം അധ്യായം 1 അവസാനിക്കുന്നത്.